ശ്രീമതി നസീറ നൗഷാദിൻ്റെ നിറച്ചാർത്തുകൾ മങ്ങുമ്പോൾ. നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ലക്ഷ്യമാക്കി ലച്ചു അമ്മുവിൻ്റെ കൈ പിടിച്ച് അതിവേഗം പ്ലാറ്റ്ഫോമിലൂടെ മുന്നോട്ട് നടന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു നാടോടി സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി പാലൂട്ടുന്നത് നോക്കിക്കൊണ്ട് അമ്മു ലച്ചുവിൻ്റെ മുഖത്ത് ചോദ്യഭാവത്തിൽ നോക്കി. വേഗം നടക്കമ്മോ, ട്രെയിൻ ഇപ്പോൾ വിടും. പെട്ടെന്ന് അവൾ അമ്മയുടെ കൈ വിടുവിച്ച് ആ സ്ത്രീയുടെ അടുത്തിരുന്ന് കരയുന്ന 2-3 വയസ്സ് പ്രായമുള്ള മൂത്ത കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. തൻ്റെ കയ്യിലുള്ള പാവക്കുട്ടിയെ അവൾക്ക് നേരെ നീട്ടി. അഴുക്കുപുരണ്ട മുഖത്ത് ഉറക്കം വിട്ടുമാറിയിട്ടില്ല. ചിണുങ്ങിക്കൊണ്ട് അവൾ അമ്മുവിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി. അവൾ ടാറ്റ പറഞ്ഞുകൊണ്ട് മുന്നോട്ടോടി. അപ്പുവിനെ പോലെ അച്ഛനില്ലാത്ത കുട്ടിയാവും അല്ലേ? നടക്കുന്നതിനിടെ അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ലച്ചു മറുപടിയൊന്നും പറയാതെ നിറകണ്ണുകളോടെ അമ്മുവിനെ നോക്കി. ട്രെയിനിൽ കയറുന്നതിനിടെ അമ്മു വീണ്ടും തിരിഞ്ഞു നോക്കി. ഉച്ചത്തിൽ ചൂളം വിളിച്ചുകൊണ്ട് ട്രെയിൻ അതിവേഗം പാഞ്ഞുകൊണ്ടിരുന്നു. അമ്മയുടെ മടിയിലിരുന്ന് അമ്മു ജനലിലൂടെ പിന്നോട്ട് വേഗത്തിൽ ഓടിമറയുന്ന കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നി. വല്ലാതെ വിശക്കുന്നു. വെളുപ്പിന് പുറപ്പെട്ടതാണ്. തൻ്റെ അച്ഛനെ കാണാൻ കൊണ്ടുപോകുന്നുവെന്നാണ് അമ്മ തന്നോട് പറഞ്ഞത്. ജനിച്ചിട്ട് ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല. തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന അപ്പുവിന് അച്ഛനില്ല, മരിച്ചുപോയി ഇത്രേ. ബാക്കി എല്ലാവർക്കും അച്ഛനുണ്ട്. തനിക്കും അച്ഛനുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ദൂരെ പട്ടണത്തിൽ ജോലിക്ക് പോയിരിക്കുവാണത്രേ. മനുവിൻ്റെ പപ്പ ഗൾഫിലാണ്. 7 കടലിൻ്റെ അക്കരെ പൊന്നുവിളയുന്ന നാട്ടിലെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ മുഴുവനും മരുഭൂമി അത്രേ. അവിടെയുള്ള മണ്ണ് മുഴുവനും സ്വർണ്ണമാണെന്ന്. മനുവിൻ്റെ പപ്പ ഒത്തിരി മണ്ണ് കൊണ്ടുവരാറുണ്ട് പോലും. അതൊക്കെ നാട്ടിലുള്ള പപ്പൻ തട്ടാനെ കൊണ്ട് ഉരുക്കി കമ്മലും മാലയും വളയുമൊക്കെ പണിതുപോലും. ഒത്തിരി പൊന്നിട്ട് മനുവിൻ്റെ അമ്മ സ്കൂളിൽ വരാറുണ്ട്. തൻ്റെ അമ്മ തട്ടാനെ കൊണ്ടാണ് കാതുകുത്തി ചുവന്ന കല്ല് വെച്ച കുഞ്ഞു കമ്മലിട്ട് തന്നത്. ദീനം വന്ന നേരത്ത് അമ്മ അത് വിറ്റ് തനിക്ക് മരുന്ന് വാങ്ങി. ഓട്ട അടയാതിരിക്കാൻ ഈർക്കിലിട്ട് തന്നിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ട് വേണം പുതിയൊരു കമ്മൽ വാങ്ങി കാതിലിടാൻ. അവൾ തലയുയർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കി. നല്ല തലവേദനയെന്ന് പറഞ്ഞ് നെറ്റിയിൽ വിക്സ് പുരട്ടി ഉറക്കമാണ്. എതിരെയുള്ള സീറ്റിലിരിക്കുന്ന ആളുകളെ നോക്കി. തനിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. മുക്കുത്തിയിട്ട സ്ത്രീ ബാഗിൽ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് പൊട്ടിച്ചു അവരുടെ 2 മക്കൾക്ക് കൊടുക്കുന്നു. അവൾ വിടർന്ന കണ്ണുകളോടെ ആ പാക്കറ്റിലേക്ക് നോക്കി. നല്ല നീല കളറും സ്വർണ്ണ കളറുമുള്ള അത്തരത്തിലൊന്ന് തനിക്കും കിട്ടിയെങ്കിലെന്ന് അവൾ മോഹിച്ചു. പിന്നെ സ്വയം ആശ്വസിച്ചു. അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ട് വേണം ഇതുപോലുള്ള ബിസ്ക്കറ്റ് തനിക്കും വാങ്ങാൻ. അമ്മ ബിസ്ക്കറ്റിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ആ സ്ത്രീ 2 എണ്ണം എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ നിഷേധഭാവത്തിൽ ചുമൽ വെട്ടിച്ച് വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു. പരിചയമില്ലാത്ത ആളുകൾ കൊടുക്കുന്ന മിഠായിയും ബിസ്ക്കറ്റും ഒന്നും വാങ്ങി തിന്നരുതെന്നാണ് തൻ്റെ നഴ്സറിയിലെ ഗീതു ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അത് തിന്നാൽ മയങ്ങിപ്പോകൂത്രേ. അങ്ങനെയാണത്രേ കണ്ണും കിഡ്നിയുമൊക്കെ എടുക്കുന്നത്. ചില ആളുകൾ കയ്യും കാലുമൊക്കെ ഒടിച്ച് തെണ്ടാൻ വിടും പോലും. പിന്നെ അവൾ അങ്ങോട്ട് നോക്കാൻ പോയില്ല. ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് ഗെയിം കളിക്കാൻ തുടങ്ങി. അതും അടുത്തപ്പോൾ ഗാലറിയിലെ ഫോട്ടോകൾ ഓരോന്നായി നോക്കിക്കൊണ്ടിരുന്നു. ജനിച്ചതു മുതലുള്ള പല പോസിലുള്ള ഫോട്ടോകൾ, ഒക്കെ അമ്മയുമൊത്തുള്ളത്. അച്ഛനും അമ്മയുമൊത്തുള്ള ഫോട്ടോയിലൊന്നും താനില്ല. വടേ, ചായേ. ചായക്കാരിൽ നിന്ന് ആരൊക്കെയോ ചായ വാങ്ങി കുടിക്കുന്നു. ജനലിനരികിലുള്ള തമിഴ് ദമ്പതികൾ വട വാങ്ങി ചട്നി കൂട്ടി തിന്നുന്നത് കണ്ട് അവൾ ലച്ചുവിനെ തോണ്ടി. വാങ്ങിക്കൊടുത്ത വട സാവധാനം അവൾ കഴിച്ച ശേഷം വീണ്ടും കാഴ്ചകളുടെ ലോകത്തേക്ക് മടങ്ങി. ട്രെയിൻ അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോൾ എതിരെ ഇരുന്നവർ എഴുന്നേറ്റു. അല്പം കഴിഞ്ഞ് കണ്ണടയിട്ട ഒരു അങ്കിൾ വന്നിരുന്നു. ട്രെയിൻ ചെറിയൊരു കുലുക്കത്തോടെ ഓടിക്കൊണ്ടിരുന്നു. കുറേ നേരം കാഴ്ചകൾ കണ്ടിരുന്ന അയാൾ കയ്യിലുള്ള ഡ്രോയിങ് പേപ്പറിൽ എന്തൊക്കെയോ കുത്തി വരച്ചുകൊണ്ടിരുന്നു. അമ്മു അടുത്തു ചെന്ന് നോക്കി. ജനലിൽ പിടിച്ച് പുറം കാഴ്ച കാണുന്ന അവളെയാണ് അയാൾ വരച്ചത്. അത് കണ്ട് അവൾ കൈകൊട്ടി ചിരിച്ചു. ഹായ്, ഇത് ഞാനാണല്ലോ അങ്കിൾ. ഇനി എൻ്റെ അച്ഛനെ വരയ്ക്കുമോ? ഫോട്ടോയുണ്ടോ? അമ്മ ഫോണിലുള്ള ഫോട്ടോ കാണിച്ചു കൊടുത്തു. വേറൊരു പേപ്പറിൽ അയാൾ ഫോട്ടോ നോക്കി വരയ്ക്കാൻ തുടങ്ങി. എൻ്റെ അച്ഛന് ചുവന്ന ഷർട്ട് വരച്ചാൽ മതിട്ടോ. ഞാനേ എൻ്റെ അച്ഛനെ കാണാൻ പോകുക.
ഇതുവരെ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. കാണുമ്പോൾ അങ്കിൾ വരച്ച പടം അച്ഛന് കൊടുക്കണം. അയാൾ വളരെ വേഗം ചിത്രം വരച്ച് അവൾക്ക് കൊടുത്തു. വാത്സല്യത്തോടെ മെല്ലെ അവളുടെ കവിളിൽ തട്ടി. പിന്നെ അന്നത്തെ പത്രമെടുത്ത് നിവർത്തി വായന തുടങ്ങി. ഇറങ്ങാനുള്ള സ്റ്റേഷനെത്തിയപ്പോൾ ലച്ചു അമ്മുവിൻ്റെ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങി. പോകാൻ നേരം അവൾ ചിത്രകാരനെ നോക്കി പുഞ്ചിരിയോടെ കൈ വീശി കാണിച്ചു. അയാൾ വീണ്ടും വായനയിൽ മുഴുകി. ഉൾപേജിലെ ചരമക്കോളത്തിലെ ഫോട്ടോ കണ്ട് അയാൾ ഞെട്ടിത്തരിച്ചു. അത് അമ്മുവിൻ്റെ അച്ഛനായിരുന്നു. വെപ്രാളത്തോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അയാൾ വരച്ചു കൊടുത്ത അച്ഛൻ്റെ ചിത്രവുമായി അമ്മു തുള്ളിച്ചാടി അമ്മയോടൊത്ത് നടന്നു നീങ്ങുന്നു. അയാളെ വല്ലാത്തൊരു നൊമ്പരത്തിലാഴ്ത്തിക്കൊണ്ട് ട്രെയിൻ വീണ്ടും ചലിച്ചു തുടങ്ങി.